നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്, വാഹനങ്ങൾ മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കുന്നു. കുറാഞ്ചേരി മഹാദുരന്തത്തിന് 7 ആണ്ട്, ഉറ്റവരുടെ സ്മരണ പുതുക്കി നാട്. മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ജില്ലാ കളക്ടർക്ക് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പരാതി നൽകി. BJP ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ തിരംഗയാത്ര സംസ്ഥാന സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്, മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ തുടങ്ങിയ ഗതാഗത കുരുക്ക് ശനിയാഴ്ചയും തുടർന്നു. മുരിങ്ങൂർ മുതൽ പോട്ട വരെയാണ് ഗതാഗതം ഇഴഞ്ഞു നീങ്ങുന്നത്. മുരിങ്ങൂരിൽ വലിയ കുരുക്കാണ്. എറണാകുളം പോകുന്ന പാതയിൽ 5 കിലോമീറ്ററാണ് വാഹനങ്ങളുടെ നീണ്ട നിര. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ചാലക്കുടി വഴി പോയാൽ ഗതാഗത കുരുക്കിൽ കുടുങ്ങും. പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, മാള വഴി പോകാനാണ് നിർദ്ദേശം. എറണാകുളത്തേക്ക് പോകേണ്ടവർ കൊടുങ്ങല്ലൂർ, പറവൂർ വഴി പോയാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാം. ദേശീയപാത മുടിക്കോടിലെ ഗതാഗത കുരുക്ക് ചെമ്പൂത്ര വരെയും നീണ്ടു. കനത്ത മഴ പെയ്തതോടെ സർവീസ് റോഡിൽ കുഴികൾ നിറഞ്ഞതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവർ ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്തണമെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപേ ഇറങ്ങേണ്ട അവസ്ഥയാണ്. കണ്ണീർ പ്രണാമം അർപ്പിച്ച് ഉറ്റവരുടെ സ്മരണ പുതുക്കി നാട്. കുറാഞ്ചേരി മഹാദുരന്തത്തിന് 7 ആണ്ട് തികഞ്ഞു. 19 പേരുടെ ജീവൻ അപഹരിച്ച ദുരന്തത്തിന് ഛായാചിത്രങ്ങൾക്ക് മുൻപിൽ നിലവിളക്ക് കത്തിച്ചും പുഷ്പങ്ങൾ അർപ്പിച്ചും വിട പറഞ്ഞ ഉറ്റവർക്കായി കോരിച്ചൊരിയുന്ന മഴയിലും സ്മരണ പുതുക്കി. 2018 സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ച് ഉറങ്ങാൻ കിടന്നവർ പിറ്റേ ദിവസത്തെ പ്രഭാതത്തിൽ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലകപ്പെട്ടത് നാടിന് പേടി സ്വപ്നമാണ്. സംഭവിച്ചതെന്തെന്ന് മനസ്സിലാകും മുൻപ് അട്ടഹസിച്ച് പാഞ്ഞെടുത്ത മല ഒന്നാകെ ഇടിഞ്ഞു വീണ് കുട്ടികൾ ഉൾപ്പെടെ 19 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. നിറസാന്നിധ്യമായ പലരുടെയും വേർപാട് പ്രദേശവാസികളുടെ മനസ്സിൽ നൊമ്പരത്തിന്റെ വേലിയേറ്റമാണ്. 4 വീടുകൾ പൂർണ്ണമായി തകർന്നടിഞ്ഞു. നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു. മീറ്ററുകളോളം മല താഴേക്ക് കുതിച്ചെത്തി. സംസ്ഥാന പാതയും പിന്നിട്ട് റെയിൽപാളം വരെ എത്തി. ദിവസങ്ങളോളം റോഡ്, റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. 50ഓളം മണ്ണുമാന്തി യന്ത്രങ്ങൾ രാവും പകലും പണിയെടുത്താണ് 100 കണക്കിന് ലോഡ് മണ്ണ് നീക്കം ചെയ്ത് വൈദ്യുതി പോസ്റ്റുകൾ മണ്ണിനടിയിൽ തകർന്നടിഞ്ഞപ്പോൾ മേഖലയാകെ ദിവസങ്ങളോളം ഇരുട്ടിലാവുകയും ചെയ്തു. 18 ലക്ഷം രൂപ മുടക്കി പുനർനിർമ്മിച്ച പഞ്ചായത്ത് വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണ സംവിധാനവും പൂർവ്വസ്ഥിതിയിലാക്കി. 10 ലക്ഷം രൂപ ചിലവഴിച്ച് കാന പുനർനിർമ്മിച്ചു. 5 ലക്ഷം രൂപ ചിലവിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മാണം നടത്തി നാടിന് സമർപ്പിച്ചു. 3 ലക്ഷം ചിലവിൽ മണ്ണിനടിയിൽപ്പെട്ട കിണർ വീണ്ടെടുത്ത് നവീകരിച്ച് ഉപയോഗയോഗ്യമാക്കി. അതിജീവന പാതയിൽ മികവിന്റെ കയ്യൊപ്പായി. MLA-മാരായ AC മൊയ്തീൻ, സേവർ ചിറ്റിലപ്പള്ളി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. PN സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ MR അനൂപ് കിഷോർ, കൌൺസിലർ K അജിത് കുമാർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തു. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മാതൃകയായി ഉയർത്തി കാണിക്കാവുന്ന ഒന്നാണ് കുറാഞ്ചേരിയിലെ ദുരന്തമുഖത്തുണ്ടായ രക്ഷാപ്രവർത്തനങ്ങൾ എന്ന് നമുക്കറിയാം. ഒരു ചിന്തയും ഒരു ഭേദങ്ങളും നമ്മളെ ഭരിക്കാതെ മനുഷ്യൻ അവൻ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രവർത്തനമാണ് കുറാഞ്ചേരിയിൽ. ഒരുപാട് ആളുകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതാണ്. ആ രക്ഷാപ്രവർത്തനത്തിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇടപെട്ടിട്ടുണ്ട്. ഏത് ദുരന്തത്തെയും അതിജീവിക്കാനും ദുഃഖത്തെ താങ്ങാനും സംരക്ഷണം ഒരുക്കാനും നമുക്ക് ഒരുമിച്ച് നിന്നാലാകും എന്നുള്ള സന്ദേശം കുറാഞ്ചേരി നൽകുകയാണ്. തീർച്ചയായും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ കേരളം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. വയനാട് ദുരന്തമുണ്ടായിട്ടിപ്പോൾ അധികം കാലമായിട്ടില്ല. പല പ്രദേശങ്ങളിലും അത്തരം സ്ഥിതി ഉണ്ടാവുക. അപ്പോൾ കരുതലുണ്ടാവുക, മറ്റുള്ളവരെക്കുറിച്ച് അന്വേഷിക്കുക. പ്രത്യേകിച്ച് വർഷകാലങ്ങളിൽ ഇപ്പോൾ ചുഴലിക്കാറ്റ് ധാരാളമായി രൂപപ്പെട്ടു വരുന്നുണ്ട്.
അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ ഓർമ്മകളിൽ നമുക്ക് പ്രധാനപ്പെട്ടത് പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ അന്നത്തെ ഇവിടുത്തെ കൗൺസിലർ ജയന്തൻ യഥാർത്ഥത്തിൽ ഈ ഇനിയും ഉരുൾപൊട്ടലുണ്ടാകുന്നിടത്ത് പൊട്ടാനിടയുള്ളിടത്തേക്ക് ഓടിക്കയറുന്ന കാഴ്ചയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭേദചിന്തകളുണ്ടായി. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ നേരിട്ട എല്ലാ ദുരന്തങ്ങളിലും മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമഭാവനയോടെ നടത്തുന്ന അത്തരം ഇടപെടലുകളുടെ ഒരു ഓർമ്മ, പ്രത്യേകിച്ച് ഈ 19 പേരുടെ വിയോഗത്തിൻ്റെ അന്ന് നാം നടത്തുന്ന ഈ അനുസ്മരണവും ഒത്തുകൂടലും എല്ലാം തന്നെ അത്തരം ദുരന്ത മുഖങ്ങളിലും അടുത്ത തലമുറയിൽ ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരെയും ഇനിയും ഒറ്റക്കെട്ടായി നടത്തേണ്ട ഇടപെടലുകളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ 7 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ. ER ബൈജു കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO, CP ഷിബു SI കൊരട്ടി പോലീസ് സ്റ്റേഷൻ, NS റെജിമോൻ SI കൊരട്ടി പോലീസ് സ്റ്റേഷൻ, KA ജോയ് SI കൊരട്ടി, PN ഷീബ ASI കൊരട്ടി, KV തമ്പി SI ചാലക്കുടി DVSP ഓഫീസ്, VJ ജിജോ ASI ചാലക്കുടി DVSP ഓഫീസ് എന്നിവർക്കാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചത്. സ്വാതന്ത്ര്യദിനത്തിൽ BJP ജില്ലാ കാര്യാലയമായ നമോ ഭവനിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ദേശീയ പതാക ഉയർത്തി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് KV ശ്രീധരൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി സേവ്യർ പള്ളത്ത്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, മുരളി കൊളങ്ങാട്ട്, വിൻഷി അരുൺകുമാർ, അബിൻസ് ചിറ്റിലപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ 79ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാന അധ്യാപിക ജെൻസി ജോസ് പതാക ഉയർത്തി. സ്കൂൾ മാനേജർ ഫാദർ പോളി നീലങ്കാവിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് PR ജോണി അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ ഫ്ലാഷ് മോബ്, ദേശഭക്തി ഗാനങ്ങൾ, കലാപരിപാടികൾ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവയുമുണ്ടായി. മത്സര വിജയികൾക്ക് YMCA നാഷണൽ സെക്രട്ടറി ജസ്മരിയ സമ്മാനദാനം നടത്തി. MPTA പ്രസിഡന്റ് ഷിതി ഷൈൻ, സ്റ്റാർലിൻ പിന്റോ, രമ്യ എന്നിവർ സംസാരിച്ചു. മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകളിലേക്ക് പ്രൊമോട്ടർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു.
പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട +2 യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. 18 മുതൽ 40 വരെ വയസ്സാണ് പ്രായപരിധി. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി ഓഗസ്റ്റ് 22. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048723600181. മണ്ണുത്തിയിൽ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ ജില്ലാ കളക്ടർ ഇടപെടണമെന്ന് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പരാതി നൽകി. മണ്ണുത്തിയിലെ ജനപ്രതിനിധികളായ കോർപ്പറേഷൻ കൌൺസിലർ രേഷ്മ ഹേമേജ്, കോർപ്പറേഷൻ മേയർ MK വർഗീസ്, തൃശൂർ MLA P ബാലചന്ദ്രൻ, ഒല്ലൂർ MLA മന്ത്രിയുമായ K രാജൻ, തൃശൂർ MP സുരേഷ് ഗോപി എന്നിവർക്ക് പരാതി നൽകിയിട്ടും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇടപെട്ട് മണ്ണുത്തിയിലെ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുടെയും യോഗം വിളിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MU മുത്തു പരാതി നൽകിയത്. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി DYFI മണ്ണുത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് സെക്രട്ടറി മനു പുതിയമഠം അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ് RI ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, റജില ജയൻ, SFI ജില്ലാ വൈസ് പ്രസിഡന്റ് ആൽവിൻ ഷാജി, ശ്രീവിദ്യ രാജേഷ്, KP പ്രശാന്ത്, ജീസ് ജോർജ് എന്നിവർ സംബന്ധിച്ചു. അനീസ് അഹമ്മദ് സ്വാഗതവും KA അനീഷ് നന്ദിയും അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ മതിയായ ഉദ്യോഗസ്ഥരില്ല, നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളില്ല, എല്ലാ പോസ്റ്റുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് റെയിൽവേ, തപാൽ മേഖല, അതുപോലെ തന്നെ BSNL. ഇതെല്ലാം ഇന്ന് അത് തകർച്ചയുടെ വക്കിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുയോജ്യമായ സമയത്ത് ഇതിനെ ഏതെങ്കിലും ഒരു വൈദേശിക കുത്തകയ്ക്ക് വിറ്റു തുലയ്ക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ്. നരേന്ദ്രമോദി പറയുന്നത് ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് വിൽക്കാൻ എളുപ്പം, തുക കൂടുതൽ കിട്ടുന്നത് അപ്പോഴാണ് എന്നാണ്. നരേന്ദ്രമോദി അതിന്റെ ഒപ്പം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോൾ വിൽക്കാൻ എളുപ്പമാണ്, അതുകൊണ്ടോ അത്തരത്തിലുള്ള സമയം നോക്കി വിൽപ്പന നടത്തുക. പിന്നെ അവര് പറഞ്ഞത് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ, കച്ചവടം നടത്തേണ്ടത് സർക്കാരിന്റെ പണിയല്ല, അത് ബിസിനസ്സുകാർ ചെയ്തോട്ടെ എന്നാണ്. ആരാ ഇവരുടെ ബിസിനസ്സുകാർ? ഇവരുടെ ബിസിനസ്സുകാർ എന്ന് പറയുന്നത് ഇവർക്ക് സ്തുതിപാഠകരായി, ഇവർക്ക് അധികാര കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള എല്ലാ അവസരവും ചെയ്തുകൊണ്ടിരിക്കുന്ന കുത്തക കോർപ്പറേറ്റുകൾ, അത് രാജ്യത്തിന്റെ അകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും, അവർക്ക് വേണ്ടി ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ തൊഴിലെന്ന് പറയുന്ന സ്വപ്നത്തെ കശക്കിയെറിയുകയും നമ്മുടെ സ്വത്തായ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റുതുലയ്ക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഭരണാധികാരികൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയണം. നമ്മുടെ തൊട്ടപ്പുറത്ത് കൊച്ചിയിൽ BPCL എന്ന് പറയുന്ന സ്ഥാപനം വിറ്റുതുലയ്ക്കാൻ ശ്രമം നടത്തിയപ്പോ DYFI അങ്ങോട്ട് ശക്തമായ മാർച്ച് നടത്തിയത് ഈ അടുത്ത കാലത്താണ്. പ്രിയപ്പെട്ടവരെ, ഇവർ ഈ രാജ്യത്ത് തൊഴിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നവരല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ തൊഴിലുകളെല്ലാം കവർന്നെടുത്തുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെ പറയും. ഇടവേള. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീയൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം.
ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് BJP ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരങ്ക യാത്ര നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ നേതൃത്വവും ഇന്ത്യൻ സേനകളുടെ ആത്മവീര്യവും ലോകത്തിന് കാണിച്ചുകൊടുത്ത ദിനങ്ങളാണ് കടന്നുപോയതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് അശ്വിൻ വാര്യർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, സെക്രട്ടറി മുരളി കൊളങ്ങാട് എന്നിവർ പ്രസംഗിച്ചു. സീന ശശി, ബിനോയ് ES, ജെയിൻ പാലത്തിങ്കൽ, സജീവൻ PV എന്നിവർ നേതൃത്വം നൽകി. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 2026 മാർച്ച് 31 വരെയുള്ള സമയബന്ധിത ഗവേഷണ പദ്ധതിയായ മെയിന്റനൻസ് ഓഫ് ഫെസിലിറ്റീസ് ഇൻ ദ സോയിൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രോജക്ട് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവുണ്ട്. സയൻസ് വിഷയത്തിൽ 1ാം ക്ലാസ്സോടുകൂടിയ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ജനുവരി 1-ന് 36 വയസ്സ് കവിയരുത്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 19-ന് രാവിലെ 10 മണിക്ക് കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ പീച്ചിയിലുള്ള ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04872690. കരുമത്ര മഹാത്മാ സ്ക്വയറിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാത്മാ സ്ക്വയറിൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന ദേശീയ പതാക ഉയർത്തി. കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, MA ബഷീർ, AB സഞ്ജയ്, അൽഫോൻസ ജോസഫ് തുടങ്ങിയ നിരവധി പേർ ദിനാഘോഷത്തിന് നേതൃത്വം നൽകി. മണ്ണുത്തി ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ഇന്റർനാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു പതാക ഉയർത്തി. ജാതിമത ഭേദങ്ങൾക്കപ്പുറം ഭാവി ജീവിതം ഭാസുരമാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും പ്രതിജ്ഞയെടുക്കണമെന്നും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്നും പ്രഭാഷണത്തിൽ MU മുത്തു പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CJ രാജേഷ്, യൂണിയൻ ഭാരവാഹികളായ മാർട്ടിൻ ഡിക്രൂസ്, യോഹന്നാൻ KV, പൌലോസ് ബാബു, KV ബാബു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. മധുര പലഹാര വിതരണവും നടത്തി. 3 പതിറ്റാണ്ടിലധികം നീണ്ട തന്റെ അധ്യയന ജീവിതത്തിൽ തലമുറകളോളം നിലനിൽക്കുന്ന അക്ഷരപ്രകാശം നൽകി അറിവും സ്നേഹവും നിസ്വാർത്ഥമായി പകർന്നുകൊടുത്ത അതുല്യയും അഭിമന്യയുമായ മണലിത്ര ജനകീയ വിദ്യാലയത്തിലെ മുൻ അധ്യാപിക MP പത്മിനി ടീച്ചർക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ആദരവ് നൽകി. ഹരിശ്രീ എന്ന പരിപാടി വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ PT മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടിയും നർത്തകിയുമായ C രമാദേവി ആദര സമർപ്പണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ റോയ് TG, പഞ്ചായത്ത് മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, VC സജീന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ ജയപ്രസാദ് കളത്തിൽ, ബീന ജോസ്, രാജശ്രീ നായർ, സദൻ മച്ചാട്, അബ്ദുൾ ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു. ഞാൻ വേദിയിലുള്ള ഓരോരുത്തരെയും ഈ ഘട്ടത്തിൽ അങ്ങനെ സംബോധന ചെയ്യുന്നില്ല. ഇവിടെ താരം പറഞ്ഞു വേണ്ടിയില്ല.
അല്ലേ? പത്മിനി ടീച്ചറുടെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ ജയപ്രസാദിനോട് ചോദിച്ചു, ടീച്ചർ 35 കൊല്ലം സർവീസിലുണ്ടായിരുന്നു. 35 കൊല്ലത്തെ സർവീസിൽ ടീച്ചർ 30 കൊല്ലം അധ്യാപനവും 5 കൊല്ലം പ്രധാന അധ്യാപികയുമായിരുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് 32 വർഷമായി. അങ്ങനെ വരുമ്പോൾ മൊത്തം എത്ര വർഷം കഴിഞ്ഞു എന്നതാണ് ഒരു കാര്യം. അപ്പം ഞാൻ ആലോചിച്ചത്, ടീച്ചർ ആദ്യം ഹൈസ്കൂളിൽ പഠിപ്പിച്ച കുട്ടികൾക്ക് എത്ര വയസ്സായിരുന്നു? പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 210 സ്കൂളുകളിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ട പൈലറ്റ് പദ്ധതി വൻ വിജയമായതിന്റെ പശ്ചാത്തലത്തിലാണ് വിപുലീകരണം. 10,250 വിദ്യാർത്ഥികൾക്ക് ആധുനിക തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകും. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി സ്കൂൾ പരിസരത്ത് നിന്ന് കഞ്ചാവുമായി അറസ്റ്റിൽ യുവാവ് റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ തിരുവള്ളൂരിലുള്ള സ്കൂൾ പരിസരത്ത് നിരോധിത മയക്കുമരുന്നായ കഞ്ചാവ് കൈവശം വെച്ച് കാണപ്പെട്ടതിനാണ് ഒളിപ്പറമ്പിൽ വീട്ടിൽ ഷെബിഷ ഷായെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, SI-മാരായ ജിജേഷ്, തോമസ്, സാലിം, CPO ബിജുകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. 1,08,00,000 രൂപയുടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് സൈബർ തട്ടിപ്പിൽ പ്രതിയെ നിലമ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മലപ്പുറം നിലമ്പൂർ പന്നിക്കോട്ടുമുണ്ട സ്വദേശി പുലത്തുവീട്ടിൽ ഷിബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കർണാടക, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. സൈബർ SHO സുജിത് PS, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർ നെഹ്റു, ടെലികമ്മ്യൂണിക്കേഷൻ സിവിൽ പോലീസ് ഓഫീസർ ശ്രീനാഥ്, ഡ്രൈവർ CPO അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിയെ ജീവപര്യന്തം കഠിന തടവിനും 1,00,000 രൂപ പിഴയും കൂടാതെ വിവിധ വകുപ്പുകൾ പ്രകാരം 13 വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷ വിധിച്ചു. ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജാണ് വിധി പ്രസ്താവിച്ചത്. പരിശോധന നടത്തിയ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലെ സയന്റിഫിക് ഓഫീസറെ അധിക സാക്ഷിയായി കോടതി മുൻപാകെ ഹാജരാക്കി തെളിവ് നൽകുകയും കേസിനാസ്പദമായ അശ്ലീല വീഡിയോ കോടതി മുൻപാകെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ ധനേഷ് റിമാൻഡിൽ. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർ കൃഷ്ണപ്രസാദ്, MR, SPO രഞ്ജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. വാഹനങ്ങൾ മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കുന്നു. കുറാഞ്ചേരി മഹാദുരന്തത്തിന് 7 ആണ്ട്. ഉറ്റവരുടെ സ്മരണ പുതുക്കി നാട്. മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ജില്ലാ കളക്ടർക്ക് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പരാതി നൽകി. BJP ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ തിരംഗയാത്ര സംസ്ഥാന സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം.